ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മിന്നൂസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ റാഫെല്ലോ കേക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നൊരു വീഡിയോയുമായാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവയെല്ലാം. ഒരു കപ്പ് ബദാം ഞാൻ ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അളവ് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 കപ്പ് പൊടിച്ച ബദാം, ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ബദാം പൊടിച്ചെടുത്ത് ചേർത്തത് കൊണ്ടാണ് ഞാനിത് അരിപ്പയിലിട്ടിട്ടൊന്ന് ഇടഞ്ഞെടുക്കാത്തത്. ഈ രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്യേണ്ടത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ക്ലീനായ ബൗളിലേക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒന്നര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കുക. നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഫ്ലഫി ആവുന്ന വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ എഗ്ഗ് മിക്സ് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർക്കുമ്പോൾ നമ്മൾ ബീറ്റർ ഓഫാക്കാതെ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് മിക്സ് ആവുന്ന വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 തവണകളായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വളരെ സാവധാനം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ആവാണ്ട് ശ്രദ്ധിക്കണം. ഇനി ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്തത് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി അതുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമുക്കൊരു ചൂടായ കുക്കറിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 35 മിനിറ്റോളം നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം സിമ്മിലാക്കി വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റോളം ഇത് ബേക്കാവാൻ ടൈം ആയിട്ടുണ്ട്. നമുക്കിത് നന്നായി ചൂടാറിയ ശേഷം ഇതിൽ നിന്ന് റീമോൾഡ് ചെയ്തെടുക്കാം. ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. കണ്ടില്ല, നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയറായി കട്ട് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ കേക്ക് ട്രേ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ തട്ടാണ് ട്രേ ആയി ഉപയോഗിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. വെറ്റ് ചെയ്യുന്ന സിറപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കോക്കനട്ട് മിൽക്കും കൂടി മിക്സ് ചെയ്തെടുത്ത സിറപ്പാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കുക. ഇനി ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ
വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഞാൻ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ഇട്ട് കൊടുക്കാം. അത് ഇടയിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി അടുത്ത ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ 3 ലെയറും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ക്രീം എങ്ങനെ വിപ്പ് ചെയ്യുന്നതെന്ന് ഇതിലൊന്നും കാണിക്കുന്നില്ല. അതും ഞാൻ വിശദമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർക്ക് അതിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തേർഡ് ലെയർ കൂടി വെച്ച് ഇത് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. എപ്പോഴും നന്നായി വെറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മുടെ കേക്കിന് നന്നായി സോഫ്റ്റായി കിട്ടും. ഇനി ക്രീമെല്ലാം എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ക്രീം കോട്ട് ചെയ്തെടുക്കാം. ക്രീമൊക്കെ എല്ലാ ഭാഗത്തേക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിനകത്ത് വേണം വെക്കേണ്ടത്. ആ സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള റാഫെല്ലോ സീറ്റ് തയ്യാറാക്കിയെടുക്കാം. അതിന് നമുക്ക് എത്ര ബോൾസ് വേണോ അതിനനുസരിച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് റോളാക്കി എടുക്കാൻ രീതിയിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യുക. കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബോളുകളാക്കി കിട്ടുന്ന വരെ നമുക്കിതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കി മാറ്റാം. ഈ സൈസിലുള്ള ബോളുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് റോൾ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ബദാമും വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടും ചേർത്ത് നന്നായി റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഞാൻ റാഫെല്ലോ സീറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കെല്ലാം ഹാഫ് അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കിത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലെല്ലാം ഈ രീതിയിൽ കോക്കനട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബോൾസ് എല്ലാം അവരവരുടെ ഐഡിയക്ക് അനുസരിച്ച് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ റാഫെല്ലോ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബദം കൂടി വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. ഇത് കട്ട് ചെയ്യുന്നത് കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം.